നല്ല മനോഹരമായ ഒരു കാഴ്ച ഞാൻ കാട്ടിത്തരാം. അതൊക്കെ എന്തൊരു ഭംഗിയാ നോക്കി നിങ്ങൾ കാണാൻ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ നിറം നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഡ്രീം വേൾഡ് വാട്ടർ പാർക്കൊക്കെ ആയിരുന്നു. നല്ല സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോൾ. ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറച്ചൊക്കെ വ്ളോഗ്സ് ഒക്കെ എടുത്തു. എന്തൊക്കെയൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ ഞാന്. അതിൻ്റെ ഇടയ്ക്ക് യാശു കുത്തിക്കൊലിക്ക് എന്തോ പറയണുണ്ട് തോന്നണ്. കണ്ടില്ലേ, എന്തൊക്കെ ഇതിൻ്റെ ഒപ്പം കൂടി പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോകാന് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അതിനെ പോയത് ഒരു കാർക്കേനി കേട്ടോ. അവിടെ ആണെങ്കിൽ എന്തൊക്കെ ചവിട്ടണം എന്നൊന്നും അറിയാതെ എൻ്റെ അനിയൻ അതിൻ്റെ ഉള്ളിൽ കയറ്റിട്ടോ. അപ്പോൾ ഓനൊരു സാധനത്തുമ്പോൾ ചവിട്ടിയിട്ടില്ല. അതിമ്പോൾ ചവിട്ടിയില്ലെങ്കിൽ പോകില്ല. അതിന് ഞങ്ങൾ കുറേ നേരം അവിടെ മുട്ടിട്ടുന്ന്. പിന്നെ ഞാനും യാശുമ്പാട് അതിമ അമർത്തി ചവിട്ടിങ്ങാണ്ട് ഞാൻ എന്തൊക്കെ കാട്ടിയപ്പോൾ അതുകൊണ്ട് പോയി. അപ്പം കുറച്ചൊക്കെ സമാധാനമായിട്ട് അത് ഓടിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഓട്ടാന്. ഇങ്ങനെ നിറങ്ങി പോകണോണ്ടേ യാശുവിൻ്റെ അടുത്തേക്ക് ഡ്രസ്സിങ് അതന്നെ പറയുള്ളൂ. എവിടുന്നൊക്കെ ഒരു വേർഡ് ഇട്ടിങ്ങാണ്ട് എന്നോട് വന്ന് പറയാണ്. പിന്നെ ഞാൻ ശരിക്കും ഓടിക്കാൻ വേണ്ടിങ്ങാണ്ട് ജിംഷാദ് കാക്കുവിൻ്റെ ഒപ്പം ഒന്ന് വണ്ടിമ കയറിട്ടോ. അപ്പോൾ ജിംഷാദ് കാക്കും ഞാനും പാടിങ്ങനെ ഓട്ടി. പിന്നെ ഞങ്ങൾ ഏതോ ഒരു റൈഡ് കയറിട്ടോ. ഇതെന്താണെന്നും കൂടി അറിയില്ല. നല്ല രസത്തിൽ കയറിയതാണ്. പക്ഷേ കയറിയപ്പോൾ അത്ര രസം എനിക്ക് തോന്നിയില്ല. കാരണം അത് മേലക്ക് ഇങ്ങനെ പോയിട്ട് താഴത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നെഞ്ചിങ്ങനെ പടപ്പടാന്നും പറഞ്ഞ് വിറക്കായിരുന്നു. പിന്നെ അത് കിഡ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ പേടിത്തോണ്ട് എപ്പച്ചിനെ കയറ്റാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പം എപ്പച്ചി എപ്പോഴോ ആർത്തിന് ഞങ്ങളൊക്കെ അത്രയല്ല എപ്പച്ചി ആർത്തിന്. കാരണം എപ്പച്ചിക്ക് ഈ വലിയ ഞങ്ങളെ അവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെ ഫീലിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ മേലക്ക് പോവും താഴത്തേക്ക് പോവുകയും ചെയ്യാണ്. എന്താ അറിയില്ല, എനിക്ക് എന്തൊക്കെയൊക്കെ ഒരു പേടി. ഞങ്ങൾ ആ സാധനത്തിൽ കയറി ഇരുന്നപ്പോൾ ഇതൊന്നും എനിക്ക് തോന്നിയില്ല. മേലെ കണ്ട് പോയപ്പോഴാണ് പേടി ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ. മേലെ കണ്ട് പോകുമ്പോൾ അടിയിലുള്ളവരൊക്കെ ചെറിയ എറുമ്പുകുട്ടികളാട്ടോ. ഞങ്ങൾ വലിയ ആൾക്കാരെ മാതിരി ഫീലിങ് ചെയ്യുക ഇതിൻ്റെ മോള് കയറിയപ്പം. ഇത് പിന്നെ കിഡ്സാണ്. അതുകൊണ്ട് പിന്നെ എൻ്റെ അമ്മച്ചിനെ ഇപ്പച്ചിനെ ആരും അങ്ങനെ ഒന്നും കയറ്റാനും പറ്റൂല. അവിടുത്തെ കാക്കമാർ പറഞ്ഞു. നെയ്യാനാണെങ്കിൽ എൻ്റെ കജ്ജൊക്കെ മുറുക്കി പിടിച്ചിങ്ങാണ്ട് ഇഷ്ടാത്തി നില വിളിച്ചാട്ടോ. അടുത്തത് പിന്നെ വേറൊരു സാധനത്തുമ്മ കയറി. അത് ഞാൻ നേരത്തെ പറഞ്ഞ വഴി തന്നെ നല്ല ഉഷാറിൽ കയറിയതാണ്. അളകി തുടങ്ങിയപ്പോൾ എന്തൊക്കെയും അതിൻ്റെ ഒരു പേടി. ഇതാണെങ്കിൽ ആ കാക്ക ചോദിച്ചു എന്നോട് തല കുത്തനാക്കട്ടെ. അപ്പോൾ പറഞ്ഞു വേണ്ടാന്ന്. തല കുത്തനാക്കി ഞാൻ വീയൊന്നുമില്ല, പേടിക്കാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. തല കുത്തനാക്കി ചിലപ്പോൾ ഞാൻ വീഴും, പേടിച്ചിട്ടാണ് ഞാൻ നിൽക്കണേ തന്നെ. അടുത്തത് ഞങ്ങളിങ്ങനെ പതുക്കെ ഇതായപ്പോൾ പിന്നെ എനിക്ക് രസം തോന്നിട്ടോ. കാക്കു പറഞ്ഞല്ലോ തല കുത്താനാക്കൂലെന്ന്. അപ്പോൾ കുറച്ചും കൂടി പേടി മാറി. അതുകൊണ്ടാണ് ഈ ഒരു മുഖത്തിൽ ഞാൻ നിൽക്കണത്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. ഞാനാണെങ്കിൽ അവിടെ എന്തൊക്കെ മുട്ടി നിൽക്കണോക്കാ പേടിച്ചിക്കണ ഒന്നിന് പാവമുണ്ട്. പിന്നെ ആ സാധനം കറങ്ങാൻ തുടങ്ങിട്ടോ. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ഫീലിങ് ചെയ്തേ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് ആനമയില് ആർത്തത്. കുറേ നേരം ഈ സീറ്റങ്ങൾ ഇതിങ്ങനെ കറക്കണേ, പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയറിയ സീറ്റ് പറഞ്ഞാൽ ഞാൻ ഓരോട് പറഞ്ഞിട്ട് ചോപ്പ് സീറ്റ് മതിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് ഇരുന്നോണ്ട് എനിക്ക് ഏത് സീറ്റാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഓന് പേടിയാണല്ലോ. ഓനിപ്പോൾ ഞാൻ മേലക്ക് പോയാലും ഓനും മേലക്ക് പോകാൻ പറ്റുമല്ലോ. പിന്നെ ഞാൻ കയറിയത് ഒരു പേടിത്തൊണ്ടനായ ഞാൻ കയറിയത് എവിടെയാ ഒരു ആന്തോണിയാൽ. എനിക്ക് വലിയ ആന്തോണിയാൽ കയറുമ്പോൾ അത്ര പേടി തോന്നലില്ല. പക്ഷെ ഈ സാധനം എന്നെ പേടിപ്പിച്ചു പോയി. ഞാൻ ഇറക്കാൻ പറഞ്ഞു, പക്ഷെ ഇത് ഇറക്കി തന്നില്ല. ഈ സാധനമാണെങ്കിൽ ഇങ്ങനെ ഇളക്കി പോകുമ്പോൾ എനിക്ക് പേടിയാവുക കേട്ടോ. നെയ്യാനെ പിന്നെ ഇറക്കി. അപ്പം ഇന്നെ മാത്രം ഒറ്റക്കാക്കിങ്ങാണ്ട് ഇങ്ങനെ പോകണ്ട്. നെയ്യാനോടെ ഓന് ഇറങ്ങിയിട്ടില്ലേ? അതാ പോണ്. ആള് പേടിച്ചിരിക്കണം കേട്ടോ. ഞാനാണെങ്കിൽ ഒന്ന് ഇറക്കി കിട്ടിയെങ്കിൽ കരുതി നിൽക്കേനെ. ഇതാണെങ്കിൽ കണ്ടോ, നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഞാൻ അങ്ങനെ ആടുന്നത്. ആടുമ്പോൾ തന്നെ പേടിച്ചാണ് കേട്ടോ. കാരണം അത് കിഡ്സല്ലേ. എനിക്ക് ഞാൻ എൻ്റെ പേടി തന്നെ ഇപ്പച്ചനും കയറ്റൂലേ. അങ്ങനെ ഈ സാധനങ്ങൾ ഇളകിക്കൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ പേടിയായില്ല. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു ഇന്നെ ഇറക്കാൻ പറയാന്ന്. പക്ഷെ ഓല ഇറക്കിയില്ലേ. ഓലിന്നെ നേരെ പിന്നെ വിട്ടു പറഞ്ഞ് ദുബായിക്ക്. ഞാൻ പിന്നെ ഇതാ കുലുങ്ങി പോണ്. എനിക്ക് പിന്നെയും പേടി ആയിക്കൊണ്ടേ ഇരിക്കേന് കേട്ടോ. ഞാൻ കയറിയപ്പോൾ അടുത്തത് ഏതോ ഒരു വിമാനത്തിൽ. അത് പിന്നെ എൻ്റെ അനിയനും ഇന്നൊരു വിമാനത്തിൻ്റെ മരം ആയതുകൊണ്ട് ഓന് കൂട്ടിട്ട് ഞാനും കയറി കൊടുത്തു. അങ്ങനെ അത് നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ മേലക്കും താഴത്തേക്കും മുന്നിലുള്ള റൈഡ് തന്നെ. അത്
എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി. കാരണം അത് മേലക്കും താഴത്തേക്കും കണ്ടോ, പാരഷൂട്ട് മരുത്താൻ അവിടെ പാരഷൂട്ടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. താഴത്തേക്കും മേലക്കും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഇപ്പം ഞങ്ങൾ ലാൻഡിലും ഇപ്പം ഞങ്ങൾ മോൾക്ക് പറക്കുവാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് കളിച്ചു കേട്ടോ, ഞാനും എൻ്റെ അഞ്ജനും. പിന്നെ ഞങ്ങൾ ഏതോ റൗണ്ടിൽ കയറി. ഞാനും ജിംഷാദ് കാക്കും പാടെ ഒന്ന് കയറി നോക്കിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പേടി വന്നിട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ അത് കുറച്ച് സ്പീഡായിട്ട് വന്നു കേട്ടോ. പിന്നെ എൻ്റെ ഇപ്പച്ചിയും ജിംഷാദ് കാക്കും പിന്നെ എൻ്റെ അനിയനും കയറി. അനിയൻ എന്താ അറിയില്ല, നേരത്തെ വീണ് പോയി. കണ്ട നിർത്തി, ഓൾക്ക് പേടിയെന്ന് പറഞ്ഞപ്പോൾ നിർത്തി. അങ്ങനെ നെയ്യാൻ പേടി തുടങ്ങുന്നുണ്ട് തോന്നുന്നു കേട്ടോ, ഇറങ്ങണണ്ടില്ലേ. പിന്നെ നെയ്യാനും എൻ്റെ ഇപ്പച്ചും പാടെയാണ് കയറിയത്. നെയ്യാൻ എന്താണെന്ന് അറിയില്ല, ഇപ്പച്ചി പോത്തും വരി കയറുന്നുണ്ട്, നെയ്യാൻ ആനവായിന്. പിന്നെ ഞാൻ എൻ്റെ അഞ്ജനും പാടെ ചെറിയൊരു ടാസ്ക് നോക്കി. ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി ഒന്ന് മേലക്ക് എത്തിയാൽ മതിയെന്നായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ സ്ലൈഡ് ആടുന്ന ഒരു ആടുന്നുണ്ടോ അവിടെ. എനിക്കാണെങ്കിൽ അത് നല്ലോണം എഫക്റ്റ് എടുത്തു. കാരണം അത് ഒരു മനസ്സിലിങ്ങനെ തങ്ങി, ഞാൻ വീണതാണ്, ഞാൻ സ്ലൈഡിലാടി പറഞ്ഞാണ്ട് നല്ല രസമാണ്. യാശിൻ്റെ അടുക്കളവിടെ വീണിട്ടോ. ഞാൻ യാശിമാടെ മത്സരം ഞാൻ ഫസ്റ്റ് എത്തും പറഞ്ഞുകൊണ്ടേ അപ്പോത്തിന് യാശി പോത്ത് കടന്നുറങ്ങണവരും ഉറങ്ങി. പിന്നെ ഞങ്ങളൊന്ന് മത്സരിച്ചു കേട്ടോ. അപ്പോൾ യാശു എങ്ങോട്ടും അറിയില്ല, കൊടികുത്തിമലയ്ക്ക് കയറുകയാണെന്ന്. പിന്നെ ഞാനും യാശുമാടെ കെട്ടി പിടിച്ച് കടന്നുറങ്ങി. അടുത്ത നമ്മളെ ജിംഷാദ് കാക്കും യാശുവിൻ്റെ ഉഴയിന്. യാശു ആണെങ്കിലോ പിന്നെ പോത്ത് കിടക്കേന്. ജിംഷാദ് കാക്കും അവള് നടക്കേനു കേട്ടോ. പിന്നെ ഞാൻ യാശു പിന്നെ ഒരു ടാസ്കിനും കൂടി കയറി. അത് നല്ലോണം രസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കയറി. പിന്നെ ഒരു കാക്കുണ്ടായിരുന്നു. ആ കാക്കു ഞാൻ പറയുന്ന വഴിയൊക്കെ ചെയ്തെന്നു കേട്ടോ. ഞാൻ പതുക്കെ കറക്കി തന്നു, അതൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ വേറെ ഒരു കുരങ്ങൻ്റെ കജ്ജിക്ക് പോയിട്ടോ. അതാണെങ്കിൽ മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ഒരു വണ്ടി ഉണ്ടല്ലോ, അതേമാതിരത്തെ വേറൊരു സൈസാണ്. ഇതിൽ ഇരുന്നപ്പോൾ കുരങ്ങൻ്റെ കജ്ജ് പോണത് തന്നെ വഴി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇമ്മച്ചി ഒരു സീറ്റിലും യാശും ജിംഷാദ് കാക്കും ഒരു സീറ്റിലായിരുന്നു കേട്ടോ. ഇപ്പച്ചിൻ്റെ അടുത്ത് കുട്ടീനെയും കൊടുത്ത് ആ കുട്ടി നൊല്ലിച്ചാണ്ട് ഇപ്പച്ചി വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇമ്മച്ചി ആർത്തിനും, ഞാനാണെങ്കിൽ എല്ലാവരും വലിയ പേടിത്തൊണ്ടത്തെയാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്തൊക്കെയോ കാറ്റൊക്കെ മുഖത്തൊക്കെ വീശും കേട്ടോ. ഹൈവി യാശു അവിടെ നീണ്ട് ഇമ്മച്ചിയെ അത് പൂക്കുണ്ടായിന്. അതൊന്നും ഇപ്പം എനിക്കൊരു മൈൻഡും ഇല്ല. ഞാൻ എൻ്റെ പേടി മൊത്തം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കേന്. ഇറങ്ങിയപ്പോൾ തല കറക്കം, എന്താ ചെയ്യുക. ആ കുരങ്ങൻ കണ്ടില്ലേ, മേലെ ഇങ്ങനെ നോക്കിക്കണ്ട് ഒരു വലിയ താടിയും കൊണ്ട്. ആ കുരങ്ങനെ കജ്ജിലെടുത്ത് ഇപ്പോൾ തിന്ന് നോക്കിക്കോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കറങ്ങേണ്ട അടിയിൽ കൂടെ ഞങ്ങൾ വേറൊരു സ്ഥലം വരെ പോയി. അത് സ്നോ വേൾഡ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഫാമിലി മുഴുവനായിട്ട് പോയി. പിന്നെ കുട്ടീനെ കയറ്റാൻ പറ്റില്ലല്ലോ, അതൊരു കുഞ്ഞല്ലേ. അപ്പോൾ ഓളവിടെ ഇരുത്തിങ്ങാണ്ട്, അമ്മച്ചിനെ അവിടെ ഇരുത്തിങ്ങാണ്ട് ഞങ്ങൾ പോയിട്ടോ. അവിടെ നല്ല തണുപ്പായിരുന്നു, കോഡ് ഐസായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ സ്റ്റെപ്പും കേട്ടാ സ്ലൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തൊക്കെ ഇരുന്നാണ്ട് ഞാനും ജിംഷാദ് കാക്കും യാശു ഒന്ന് പോയിട്ടോ. പിന്നെ ആയിക്കൂടെ ഇങ്ങനെ പോയപ്പോൾ ഒരു പെങ്കിനെ കണ്ടു. അതിനെ തൊട്ടൊക്കെപ്പോൾ അത് ഐസ് ഇതാക്കിയാണ്ട് വിറച്ച് നിൽക്കേനു കേട്ടോ. അപ്പോൾ പിന്നെ അതിനെ തൊടാൻ നിന്നില്ല. അതിന് നമ്മളെ കജ്ജ് ചൂടാകുമ്പോഴേ അതിനെ തൊട്ട് അത് ഉരുക്കി പോയി എഴുതിക്കൊണ്ടാണ് അതിനെ ഞാൻ ഒന്നും ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ മുന്നിലിരുന്ന ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പിന്നെ ആരാണ് ആയിക്കൂടെ വരുന്നേ? ആയിക്കൂടെ വരുന്നേ? ഞാൻ തന്നെയാണല്ലേ. ഞാനായിക്കൂടെ വന്നപ്പോൾ ചന്തിയും കുത്തി വീണു, എന്താ പറയണേ. പിന്നെ ഞാനും യാച്ചി അവിടെ ചന്തിയും കുത്തി വീണിട്ടോ. പിന്നെ ഞാനും ഇപ്പച്ചും പെരും ഡാൻസ് ചെയ്യുന്നുട്ടോ അവിടെ. അവിടെ ഓല് ഒരു ബൂട്ട്സൊക്കെ തന്നിട്ടാണ്. ബൂട്ട്സ് ഒന്നും മാറ്റില്ല, ഞാൻ കുറേ പ്രാവശ്യം ചന്തി കുത്തി വീണു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കളിച്ചു കുത്തറന്നു കേട്ടോ. ഡാൻസും പാട്ടിന് അവിടെ മെയിന്. അവിടെ ഏതൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ചന്തി കുത്തി വീണ്. എനിക്കാണെങ്കിൽ വേദന നശിക്കണം. ഇന്നോടെ പിന്നെ യാശു പിന്നെയും വീണു കേട്ടോ. അങ്ങനെ ഞാനും യാശു ഏതൊരു പാലത്തുമ്മക്കൂടെ ബ്രിഡ്ജ് ആയിക്കൂടെ ഇങ്ങനെ ഡാൻസ് കളിച്ച് പോവേന് കേട്ടോ. ആയിക്കൂടെ 2 കുട്ടികളുടെ ആ ബ്രിഡ്ജ് തകരുക എഴുതിങ്ങാണ്ട് ഇങ്ങനെ പോവാതെ വെക്കണം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിൽ ഡാൻസ് കളിച്ച് പോയിക്കോളി, ഒരു കുഴപ്പമില്ലായിരുന്നു. അതിലിതാ ഞാൻ പിന്നെ അടിക്കന്നെ പോവാണോ അല്ലേ? ആണ്. അങ്ങനെ ഞാനിതാ ഡാൻസും കളിച്ച് നല്ല പാട്ടൊക്കെ പാടിങ്ങാണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. കണ്ടോ, അവിടെ ഇരുന്നിട്ട് നല്ല ചാട്ടം ചാടി ഞാൻ ഡാൻസ് ചെയ്യുന്നത്. അതിനനുസരിച്ചില്ല പാട്ട് പോലും ഇട്ടു കേട്ടോ. നമുക്ക് നല്ല ടുടുക്കുടുക്കുടുക്കുടുക്കുടു പറഞ്ഞ പാട്ട്.
ഏത് പാട്ടാണ് അവനക്ക് ഓർമ്മല്ല. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ. പിന്നെയാണെങ്കിൽ നമ്മൾ പോയ അവിടെ തന്നെ ഒരു സ്ലൈഡിലായിരുന്നു. നല്ല പേടിണ്ടായിരുന്നു എനിക്ക്. അപ്പൊ യാശു വല്ല മെയിൻ ആയിങ്ങാണ്ട് പോകണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അതാ അവിടെ ചന്തി കുത്തി ഞാനുണ്ട് കേട്ടോ അവിടെ. ഞാനുണ്ട്. പിന്നെ അതാ അപ്പച്ചോ ജിംഷാദൊക്കെ അല്ലേ? ജിംഷാദ് കാക്കൂത് അയ്യേ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെയും ഡാൻസ് ആട്ടോ കുത്തി കളിയും കണ്ട. അങ്ങനെ തന്നെ ഞാനുണ്ട് കളിച്ചു. ആരും നോക്കണ്ട, വേഗം ഇവിടെ ചെന്ന് ആരും ഡാൻസ് കളിച്ചാത്തവരും കളിച്ചുട്ടോ. അത്രക്കും പാട്ട് വിട്ടിങ്ങാണ്ട് ആ സ്നോയിൽ ഇങ്ങനെ കളിച്ചുമ്പോളേ പിന്നെ ജിംഷാദ് എൻ്റെ ഒപ്പം തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതില് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് സ്നോ വേൾഡ്. അത്രക്കും നല്ല അടിപൊളിയാണ്. പിന്നെ ഞാനും എൻ്റെ അഞ്ചനും പാടെ ഒപ്പം ഒന്ന് പോവാൻ നോക്കി. ഞാനാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോ ഞാൻ നോക്കാം എൻ്റെ മേലെ വന്ന് കുത്തിക്കണേ. എനിക്ക് സങ്കടമായിട്ടോ. പിന്നെ യാശുത മേലെ നിങ്ങാണ്ട് കല്ലെടുത്ത് ഇപ്പച്ചിനെ എറിഞ്ഞു കേട്ടോ. ഇപ്പച്ചിനല്ല എന്നെയാണ് എറിഞ്ഞേ. എന്നിട്ട് അവിടെ ഇരുന്ന് ഡാൻസും കളിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് പിന്നെയും ഡാൻസ് കളിച്ചിട്ടോ. എന്തൊക്കെ കാല് വെച്ചിട്ടും ഡാൻസ് കളിച്ചിട്ടുണ്ടേ ഞാന്. അതിനനുസരിച്ചുള്ള പാട്ട് പോലും ഇട്ടു. യാശി അവിടെ എന്തൊക്കെ കോഴി ഡാൻസ് കളിച്ചിട്ട് കാണിച്ചിട്ട് കൈകൊണ്ടൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. അവിടെ എന്തൊരു ട്രീയും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ട്രീയും. പിന്നെ സ്നോയിലുള്ള അത് ഞാൻ ഒരു സ്നോന് യാശു ഇപ്പച്ചനെ മേത്ത് ഊതിയേക്കുക, അല്ലെങ്കിൽ വിറച്ച് നിൽക്കുക. അപ്പോഴപ്പച്ചൻ്റെ മേത്ത് യാശു ഊതിന്. അവിടെ ആണെങ്കിൽ ഒരു കളറ് ഇടുമ്പോ നല്ല രസമാട്ടോ അവിടെ ഡാൻസ് കളിച്ചാന്. ഇത് നമുക്ക് നല്ല രസമുള്ള സംഭവമാണ്. ഇതിലൊക്കെ നമുക്ക് കയറണം. അപ്പോൾ വെള്ളത്തിലുള്ള അടുത്ത വീഡിയോയുമായി ഞാൻ ഇനിയും വരും.